ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഹോൾ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഓൺലൈൻ സൈറ്റ് ആയിട്ടുള്ള ഡ്രസ് മൈ ക്രാഫ്റ്റ് എന്ന് അയച്ചു തന്നിട്ടുള്ള കൊറിയറാണ്. അപ്പോൾ നമുക്ക് ഇത് 2 കൊറിയറായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവർ ആ ഒരു പാക്കിങ്ങിനെ പറ്റി പറയാൻ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പാക്കിങ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് കിട്ടുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു സൈറ്റിൻ്റെ നല്ല രീതിയിലുള്ള പാക്കിങ് തന്നെയാണ്. നല്ല ബബിൾ റാപ്പൊക്കെ വെച്ചിട്ട് എല്ലാം പൊട്ടുന്ന ഐറ്റംസ് ഒന്നുമല്ല, എന്നാലും നല്ല ബബിൾ റാപ്പൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു പാക്കിംഗ് ഒക്കെ എപ്പോഴും എനിക്ക് കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പാക്കിങ് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ട്രാൻസ്ഫോർമിംഗ് ഷീറ്റായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറേ ട്രാൻസ്ഫോർമിംഗ് ഷീറ്റ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ട്രാൻസ്ഫോർമിംഗ് ഷീറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു കുഞ്ഞ് പാക്കറ്റ് ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ അതിൽ 2 സ്വീറ്റ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോർമിംഗ് ഷീറ്റിൻ്റെ ഒരു കുഞ്ഞ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാത്തവർക്ക് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഒരു ട്രയൽ പീസായിട്ട് തന്നിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡ്രസ് മൈ ക്രാഫ്റ്റിൻ്റെ ഒരു സൈറ്റിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളും ആ ലിങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പേപ്പർ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എത്ര പ്രോഡക്റ്റാണ് നമ്മൾ ഓർഡർ ചെയ്തത്, അപ്പോൾ അതിൻ്റെ ഒരു ഇൻവോയ്സ് ലെറ്റർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും ട്രാൻസ്ഫോർമിംഗ് ഷീറ്റാണ് കേട്ടോ ഈ ഒരു കൊറിയറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ട്രാൻസ്ഫോർമിംഗ് ഷീറ്റ് നോക്കാം. അപ്പോൾ ഇത് റൊമാൻറ്റിക് റോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്ഫോർമിംഗ് ഷീറ്റാണ്. നല്ല ആ ഒരു പേര് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. നല്ല ബ്രൈറ്റ് റെഡും ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള റോസ് പൂവിൻ്റെ ഒക്കെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. കുറച്ച് ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞ് വിൻഡോ, നമ്മൾ ഈ ഫെയറി ടെയിൽസിലൊക്കെ ഉണ്ടാവുന്ന പോലുള്ളൊരു കുഞ്ഞ് വിൻഡോസൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്രെയിമിൻ്റെ ഡിസൈനൊക്കെ ആയിട്ട് നല്ലൊരു എന്താ പറയുക, നമുക്ക് സ്ക്രാപ്പ് ബുക്കിങ്ങിനൊക്കെ ചെയ്യാനും പിന്നെ അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേക ഒരു തീമൊക്കെ ആയിട്ടുള്ളൊരു ടൈപ്പ് ട്രാൻസ്ഫോർമിംഗ് ഷീറ്റാണ്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഷീറ്റിലുണ്ട് കേട്ടോ. നമുക്ക് യൂസ് ചെയ്യുന്ന രീതികളൊക്കെ പിക്ചേഴ്സ് ആയിട്ടുണ്ട്, പിന്നെ അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 99 റുപ്പീസാണ്. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ടിപ്പി ടാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമിംഗ് ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ കുട്ടികളുടെ ടൈപ്പ് ഡിസൈൻസ് ഒക്കെയാണ്. ഇങ്ങനെ ഒരു ബിയറിനും പിന്നെ അതുപോലെ അതിൻ്റെ കുറേ ആ ഒരു ടൈപ്പ് പിക്ചേഴ്സൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് കുട്ടികളുടെ തീമിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ പറ്റിയൊരു ടൈപ്പാണ്. അടുത്തായിട്ട് നമ്മൾ കിഡ്ലാൻഡ് ടൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്ഫോർമിംഗ് ഷീറ്റാട്ടോ കാണിക്കുന്നത്. ആ ഒരു പേര് പോലെ തന്നെ കുട്ടികളെ തീമിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികളെ നമുക്ക് ഷെൽഫിലൊക്കെ നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന, പിന്നെ അതുപോലെ ആ ഒരു കുട്ടികളെ തീമിൽ നമുക്ക് കോസ്റ്റേഴ്സൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിലൊക്കെ പറ്റുന്നതാണ്. നല്ല ലൈറ്റ് കളേഴ്സാണ്. നമുക്ക് ബേബി പിങ്കും അതുപോലെ ബേബി യെല്ലോ ആ ഒരു കളേഴ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളതാണ്. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്ഫോർമിംഗ് ഷീറ്റാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അത്ര ഭംഗി തോന്നില്ല. നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. നല്ലൊരു ഗാലക്സി തീമായിട്ട് കുറച്ചിങ്ങനെ ഷൈനിങ് സ്റ്റാർസൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഞാനിങ്ങനെ ഇത് വിചാരിച്ചത് ഈ ഒരു സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫോണിൻ്റെ ബാക്ക് കവറൊക്കെ ഒന്ന് ഇത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തായിട്ട് അതുപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് കേട്ടോ. കോഫി ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. മെയിനായിട്ട് കിച്ചൺ ഡെക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കിത് മെയിനായിട്ട് കിച്ചൺ വാൾ ഡെക്കറൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ട്രേ ഉണ്ടാവുമല്ലോ, ആ ഒരു ട്രേയിലേക്കൊക്കെ നമുക്കിത് ഡെക്കർ ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തീം തന്നെയാണ്. ഒരു വിൻറ്റേജ് സ്റ്റൈലാണ്. നല്ല ഭംഗിയുണ്ട്. ഒരു കോഫിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനും. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പിക്ചർ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, കാരണം അതിൻ്റെ ഒരു മിറർ ഇമേജ് ആയിട്ടാണല്ലോ വരിക. അപ്പോൾ ആ ഒരു ചെറിയ രീതിയിൽ കാണുന്ന രീതിയിലുണ്ടാവും. നമ്മൾ ചെയ്തു വരുമ്പം ആ ഒരു രീതിയിൽ തന്നെ വരും. അടുത്ത അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ഒരു ട്രാൻസ്ഫോർമിംഗ് ഷീറ്റാണ് കേട്ടോ. മെറ്റാലിക് സെൻറ്റിമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഈ ഒരു ടൈപ്പ് മെറ്റാലിക് ആയിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ ട്രാൻസ്ഫോർമിംഗ് ഷീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അല്ലാത്ത ഡിസൈൻസൊക്കെ നമ്മൾ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടും ആനിവേഴ്സറി സ്പെഷ്യലായിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മെറ്റാലിക്കിൻ്റെ ഒരു തീം കണ്ടപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഏതായാലും ഒന്ന് സെലക്ട് ചെയ്തതാണ്. പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ഗോൾഡൻ കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബാക്കിയൊക്കെ നമ്മൾ കുറച്ചൊക്കെ അതിൻ്റെ വേറൊരു ടൈപ്പൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്കിങ്ങനെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് കോഡ്സ് ഉണ്ട് കേട്ടോ. ബ്ലെസ്സിങ്സ് ഉണ്ട്, പിന്നെ ലവ് യു ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇറ്റ്സ് യുവർ ഡേ ഉണ്ട്, കൺഗ്രാജുലേഷൻസും ബർത്ത്ഡേ വിഷസും അതുപോലെ ഹാപ്പി ആനിവേഴ്സറി ഒക്കെ ആയിട്ട് ഒരുപാട് തീമുകളൊക്കെ ഉണ്ട്. ചിലത് നമ്മൾ നോക്കുന്ന സമയത്ത് ബർത്ത്ഡേ സ്പെഷ്യൽ ആണെങ്കിൽ അതിന് പറ്റിയുള്ള ക്യാപ്ഷൻസ് മാത്രമായിരിക്കും. ഇത് അങ്ങനെയല്ല, ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെർത്തായിട്ടുള്ള ഒരു പീസ് തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു ഷീറ്റിന് റേറ്റ് വന്നിട്ട് 125 ആണ്. ഈ ഒരു മെറ്റാലിക് ടൈപ്പ് ആയതുകൊണ്ടാണ് 125. അപ്പോൾ ബാക്കിയെല്ലാം A4 സൈസ് ആയിട്ടുള്ള ഈ ഒരു ഷീറ്റ്സിനൊക്കെ 99 റുപ്പീസാണ് കേട്ടോ.
അടുത്ത അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൊരു ഡിസൈനാണ് സ്റ്റോൺ ടൈൽസ് എന്നിട്ട് അതിൻ്റെ പേര്. അപ്പോൾ ഒരു 6 ഡിസൈനാണ്. നമ്മൾ ഈ പെബിൾസിൻ്റെ സ്റ്റോണിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കോസ്റ്ററൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ഡിസൈനാണ്. അപ്പോൾ ഞാനിതിൻ്റെ കോസ്റ്റർ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത അതുപോലെ തന്നെ കോസ്റ്റർ ഡെക്കറേഷന് പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് കേട്ടോ. വുഡൻ ലോഗ് ടൈൽസ് ആണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് വുഡൻ ലോഗിൻ്റെ പല ടൈപ്പ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു ലോഗ്സ് വെച്ചിട്ടുള്ളതും പിന്നെ അതുപോലെ വലിയ ആനുവൽ റിംഗ് ഒക്കെ ആയിട്ടുള്ള ടൈപ്പ് ലോഗിൻ്റെതൊക്കെ ആയിട്ട് 6 പീസസ് ആയിട്ടുള്ളതാണ്. 6 പീസ് അല്ല, നമുക്ക് 6 ഡിസൈൻ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് കോസ്റ്ററിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബി മൈ വാലൻറ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. അപ്പോൾ ഇത് ഞാൻ വാലൻറ്റൈൻ്റെ ഒരു ടൈമിലേക്കായിരുന്നു ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 1-2 ദിവസം ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. കാരണം 1-2 പ്രോഡക്റ്റ് ഇതിൽ മിസ്സിങ് ആയതുകൊണ്ട് അതൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് മാറ്റി സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം നമുക്ക് വാലൻറ്റൈൻ അല്ലാതെ തന്നെ ആനിവേഴ്സറി ഗിഫ്റ്റായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോഡ്സുകളൊക്കെ അതിലുണ്ട്. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെച്ചാലും അത് കേടായി പോകുമൊന്നുമില്ല. ഞാൻ അടുത്ത വർഷമൊക്കെ നമുക്ക് ഇൻഷാല്ലാ വിധി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. ഇതിൽ നമ്മൾ ലാസ്റ്റായിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു സെൻറ്റിമെൻറ്റൻസിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. അപ്പോൾ ഇതും അതുപോലെ നമുക്ക് ഭയങ്കര ഒരുപാട് സെൻറ്റൻസ് ഉണ്ട് കേട്ടോ. നമ്മളല്ലാത്ത സെൻറ്റിമെൻറ്റൻസ് വാങ്ങിക്കുന്ന കിട്ടുന്നതിനേക്കാൾ ഒരുപാടുണ്ട്. നമുക്ക് ഈ ഒരു സ്ക്രാപ്പ് ബുക്കിങ്ങിനൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ വളരെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എനിക്കറിയില്ല എങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് പെർഫെക്റ്റ് ആയിട്ട് വരുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല എക്സൈറ്റഡ് ആണ് ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്യാനായിട്ട്. ഇത്രയാണ് നമ്മളെ ഫസ്റ്റത്തെ ഒരു കൊറിയറിൽ ഉണ്ടായിരുന്നത്. 10 ട്രാൻസ്ഫോർമേഷൻ ഷീറ്റാണ്. എല്ലാം ഏകദേശം നല്ല വെറൈറ്റി ആയിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ സെലക്ട് ചെയ്യുന്ന പോലെ ചുമ്മാ ഫ്ലവേഴ്സ് മാത്രമായിട്ടുള്ളതല്ല, നല്ല വെറൈറ്റി ആയിട്ട് ഉള്ള ടൈപ്പ് ഷീറ്റ്സുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വെച്ചിട്ടൊക്കെ പിന്നീട് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരു ഷീറ്റിന് മാത്രമേ ഉള്ളൂ 125 രൂപ ഒരു മെറ്റാലിക് ഇതുണ്ടായിരുന്നില്ല സെൻറ്റിമെൻറ്റ്സ്. ബാക്കി എല്ലാത്തിനും 99 റുപ്പീസാണ് റേറ്റ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു കൊറിയറും കൂടെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ട്രാൻസ്ഫോർമേഷൻ ഷീറ്റും പിന്നെ നമുക്ക് കുറച്ച് കോസ്റ്റേഴ്സൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതിലും ഒരു കുഞ്ഞ് പീസ് ഉണ്ടായിരുന്നു, ഒരു പാക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ 2 സ്വീറ്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഷീറ്റ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഒരു ട്രയൽ പീസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇത്തവണ നല്ല അടിപൊളിയായിട്ട് കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെ ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളതാണ്. കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ആ ഒരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടുള്ളതുണ്ട്. പിന്നെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻവോയ്സ് ലെറ്ററും ഉണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ 2 കോസ്റ്റേഴ്സും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കോസ്റ്ററിൻ്റെ ഡിസൈൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ കയ്യിലുള്ള കോസ്റ്റേഴ്സൊക്കെ ഞാൻ ഓൾറെഡി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് 2 കോസ്റ്റേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ 3D ഗോൾഡ് റോസസിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഗോൾഡൻ കളർ റോസിൻ്റെയും ലീവൊക്കെ ഡിസൈൻ ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ടൈപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു മണ്ടാല ആർട്ട് പോലുള്ള 3D ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഭംഗിയുള്ളൊരു ടൈപ്പായിരുന്നു കേട്ടോ. നമ്മൾ അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലവേഴ്സിൻ്റെ സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ പേര് വിൻറ്റേജ് ടൈൽസ് ആണ്. അപ്പോൾ ഇതിലിതുപോലെ തന്നെ കോസ്റ്ററിനൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന പോലെ 6 ഇതായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഡിസൈൻസ്. പിന്നെ അതുപോലെ ഒരു പ്രത്യേക ഡിസൈൻസ് ആണ് കേട്ടോ. ഒരു നമുക്ക് കോസ്റ്റർ ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വുഡൻ ബോക്സസും വുഡൻ ട്രേ ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു ടൈപ്പ് ഇങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ട് നമ്മൾ കയ്യിലെടുത്തിട്ടുള്ളത് ഒരു ബട്ടർഫ്ലൈസിൻ്റെ വിൻറ്റേജ് ബട്ടർഫ്ലൈസിൻ്റെ ഒരു ഷീറ്റ്സാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയല്ലോ കുഞ്ഞ് ബട്ടർഫ്ലൈസിൻ്റെ. അപ്പോൾ അതിൻ്റെ വലിയ ടൈപ്പ് ഡിസൈൻ ഉള്ളതാണ് കേട്ടോ. കുറച്ച് വലിയ തന്നെയാണ്. നമുക്ക് അവർ ട്രൈ ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ഭയങ്കര കുഞ്ഞായിട്ടുള്ള ബട്ടർഫ്ലൈസ് ആണ്. അപ്പോൾ ഇതിൽ ഭയങ്കര ചെറുതും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 വലിയതായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ 3 ട്രാൻസ്ഫോർമേഷൻ ഷീറ്റും പിന്നെ അതുപോലെ തന്നെ 2 സെറ്റ് കോസ്റ്റേഴ്സുമാണ് ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സെറ്റ് കോസ്റ്ററിൽ 4 പീസസ് ആണ് ഇട്ടുള്ളത്. ഇത് MDF കോസ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് കോസ്റ്ററിൻ്റെ ഒരുപാട് ഡിസൈൻസൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് 2 സൈഡും യൂസ് ചെയ്യാൻ പറ്റും. അത്രയും നല്ല ഫിനിഷിങ് തന്നെയാണ്. ആ ഒരു സൈഡിലൊക്കെ ഒരു ബ്രൗൺ കളർ പെയിൻ്റൊക്കെ ചെയ്തിട്ട് നല്ല ഫിനിഷിംഗ് ഉള്ള കോസ്റ്റേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ 4 എണ്ണത്തിനും കൂടെ റേറ്റ് വന്നിട്ട് 99 റുപ്പീസാണ് കേട്ടോ. ഈ ഒരു MDF കോസ്റ്റേഴ്സിൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡെക്കോ പേജ് പിന്നെ മിക്സഡ് മീഡിയ ചെയ്യാൻ പറ്റും. സ്പ്രേ പെയിൻറ്റ് ജെസ്സോ അല്ലാതെ ആക്രിലിക് പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മീഡിയം തന്നെയാണ് കേട്ടോ.
നമ്മൾ ഈ ഒരു കോസ്റ്റർ ഡിസൈൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ട്രാൻസ്ഫറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് വെച്ചിട്ടുള്ള ക്രാഫ്റ്റൊക്കെ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. ഈ ഒരു ഷീറ്റ് ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ 6 പീസസ് ആയിട്ടുള്ള ഒരു ഡിസൈനുള്ള എല്ലാം നമുക്ക് കോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതുപോലെ കറക്റ്റ് ആ ഒരു സൈസ് തന്നെയാണ്. നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മെറ്റാലിക് വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് നല്ല ഡാർക്ക് കളേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്താൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏത് ഡിസൈനും നമുക്ക് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ബോക്സസ് ആയിട്ടുള്ളതാകുമ്പോൾ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്തിട്ട് ചെയ്യാതെ മതി. അല്ലാതെ ഇതുപോലെയുള്ള ഡിസൈൻസ് ആണെങ്കിൽ നമുക്ക് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ ഞാൻ കോസ്റ്ററൊക്കെ 1-2 ഡിസൈൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഉടൻ തന്നെ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാം കേട്ടോ. ക്രാഫ്റ്റേഴ്സ് കോർണറിൻ്റെ ഈ ഒരു സൈറ്റിൽ ഇതുപോലെ ട്രാൻസ്ഫോർമിംഗ് ഷീറ്റും കോസ്റ്റേഴ്സും മാത്രമല്ല കേട്ടോ, നമുക്ക് ബോട്ടിലാട്ടും അതുപോലെ റെസിൻ വർക്കൊക്കെ ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയൽസും അതിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ ഒരു ഇതിൽ കാണിക്കുന്ന ഒരു കോഡിൽ PALMCRAFT50 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഗെയിൻ ഒരു 5% ഡിസ്കൗണ്ടും കൂടെ കിട്ടും. ക്രാഫ്റ്റേഴ്സ് കോർണറിൻ്റെ സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ കയറിയിട്ട് എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്യുക. നമ്മൾ സാധാരണ ചെയ്യുന്നതിന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനും സെയിൽ ചെയ്യാനൊക്കെ പറ്റുന്ന ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രാൻസ്ഫോർമേഷൻ ഷീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റുകളൊക്കെ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.